താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് വഞ്ചിച്ചുവെന്ന് വേതനം ലഭിക്കാതെ ജീവനൊടുക്കിയ യുവ അധ്യാപിക അലീനയുടെ പിതാവ് പറയുന്നു. സ്ഥിരപ്പെടുത്താനുള്ള രേഖകൾ രൂപത മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിക്ക് സമർപ്പിച്ചത് മരണം നടന്ന് 23 ദിവസങ്ങൾക്കു ശേഷമാണ്. നിയമന ഉത്തരവിന് പകരം മെമ്മോ നൽകി കബളിപ്പിച്ചുവെന്നും അലീനയുടെ പിതാവ് ബെന്നി വളവാനാണിക്കൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കാണാം വിശദമായ റിപ്പോർട്ട്. വഞ്ചിക്കപ്പെട്ടതായിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നിലവിലൊരു ടീച്ചർ 5 വർഷം ലീവ് എടുത്തു പോയി ആ പോസ്റ്റിലേക്കാണ് നിയമിക്കപ്പെട്ടത്. ആ ടീച്ചറിനെ സർവീസിന് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഫെബ്രുവരി 19 കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയായിരുന്ന അലീന ബെന്നി ആത്മഹത്യ ചെയ്തത്. താമരശ്ശേരി രൂപത മാനേജ്മെന്റിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ 6 വർഷത്തിലധികം അലീന ജോലി ചെയ്തെങ്കിലും മരിക്കുന്ന നാൾ വരെ വേതനം ലഭിച്ചിരുന്നില്ല. അലീനയെ സ്ഥിരപ്പെടുത്തിയുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് അലീനയുടെ അച്ഛൻ കട്ടിപ്പാറ പഞ്ചായത്തിലെ വളവനാനിക്കൽ ബെന്നിക്ക് കൈമാറിയിരുന്നു. എന്നാൽ നിയമന വിഷയത്തിൽ മാനേജ്മെന്റിന് പിടിപ്പുകേടുണ്ടായി എന്നാണ് ബെന്നിയുടെ ആരോപണം. അലീന മരിച്ച് 23 ദിവസങ്ങൾക്ക് ശേഷമാണ് നിയമനം സ്ഥിരപ്പെടുത്താനുള്ള പ്രാഥമിക അപേക്ഷ പോലും രൂപത മാനേജ്മെന്റ് നൽകിയതെന്നാണ് രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും ബെന്നി പറയുന്നു. തനിക്ക് കൈമാറിയത് നിയമന ഉത്തരവല്ല, മെമ്മോയാണ്. വഞ്ചിക്കപ്പെട്ടതായിട്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾക്ക് സ്കൂളിൽ നസ്രത്ത് LP സ്കൂളിൽ ഒരു മെമ്മോയാണ് കിട്ടിയിരിക്കുന്നത്. ആ മെമ്മോയ്ക്കകത്തൊരു അറിയിപ്പാണ് നിങ്ങൾ ഇന്ന സ്കൂളിലേക്ക് ഇന്നതിലേക്ക് നിയമിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോയിൻമെൻറ്റ് ഓർഡർ യഥാർത്ഥത്തിലുള്ള ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പിതാവ് നില എന്നെ കാണിച്ചിട്ടില്ല, എന്നെ അറിയിച്ചില്ല, ഞാൻ കണ്ടിട്ടില്ല. അവളും കണ്ടിട്ടുണ്ടാവില്ല. അവർ നേരിട്ട് കോർപ്പറേറ്റിലെ സമയ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്തത്. സാങ്കേതികമായി നിലവിലില്ലാത്ത തസ്തികയിലേക്കാണ് അലീനയെ പരിഗണിച്ചതെന്നും ബെന്നി. അപ്പം അത് ശമ്പളം മറ്റു കാര്യങ്ങളാകാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് നിലവിലൊരു ടീച്ചർ 5 വർഷം ലീവ് എടുത്തു പോയി ആ പോസ്റ്റിലേക്കാണ് നിയമിക്കപ്പെട്ടത്. ആ ടീച്ചറിനെ സർവീസിന് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. അതുമായിട്ട് വിഷയങ്ങൾ അത് കോർപ്പറേറ്റ് മാനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും പിറ്റത്തെ വർഷവും ഞാൻ പോയി ആവശ്യപ്പെട്ടു. ഈ പോസ്റ്റ് ഒന്ന് മാറ്റി തന്നെ ഒരുപാട് ഒഴിവുകളുണ്ടല്ലോ, അപ്പോൾ ശമ്പളം കിട്ടുമോ അല്ലെ ഡെയിലി വേജ് ആകുന്ന ഏതെങ്കിലും അല്ല അത് ശരിയാവും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടെ ഇരുന്നു. അങ്ങനെ 4-5 വർഷം അങ്ങനെ പോയി. എന്നാൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന നിലപാടിലാണ് രൂപത മാനേജ്മെന്റ്. സർക്കാരിന്റെ സാങ്കേതിക തടസ്സങ്ങളാണ് സ്ഥിരം നിയമനം വൈകിപ്പിച്ചതെന്ന് രൂപത മാനേജ്മെന്റും കത്തോലിക്ക കോൺഗ്രസും വിശദീകരിക്കുന്നു. ഇവിടെ അധ്യാപകരെ നിയമിക്കാനുള്ള അവകാശവും അധികാരവും മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് അംഗീകരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനാണുള്ളത്. അധ്യാപകരെ നിയമിക്കുന്നു, അവർക്ക് നിയമന അംഗീകാരം നൽകുന്നില്ല. അത് 5, 6, 7 വർഷമൊക്കെ ആയിട്ടും സർക്കാർ ശമ്പളം നൽകാത്ത അധ്യാപകരുണ്ട്. മാനേജ്മെന്റുകൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാലും അവർ പറയുന്ന ന്യായം ഇവിടെ ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ ആനുകൂല്യത്തിൽ അവരെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളില്ലെങ്കിൽ അവരെ നിയമിക്കാൻ മാനേജ്മെന്റിന് കഴിയില്ല. അപ്പോൾ സർക്കാരിന് ഒരു കാര്യം ചെയ്യാം, ഇത്ര സീറ്റ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇത്ര നാളത്തേക്ക് മാറ്റിവെക്കാം എന്നൊരു തത്വം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി നിയമിച്ച ആളുകൾക്കൊക്കെ നിയമന അംഗീകാരം ലഭിക്കുകയും അവർക്ക് ശമ്പളം കിട്ടുകയും ചെയ്യും. വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാരിൻ്റെ വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുന്ന ഏജൻസികളാണ് മാനേജ്മെൻറ്റുകൾ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഗവൺമെൻറ്, കോർപ്പറേറ്റ് സെക്ടറുകൾ. ഇത് മനസ്സിലാക്കാതെയാണ് മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് വിചാരിച്ചുകൊണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ മാനേജ്മെൻറ്റിലേക്ക് തിരിച്ചുവിടുന്നത്. അതേസമയത്ത് ഗവൺമെൻറ് തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ നിലനിർത്താൻ ആവശ്യമുള്ള സൗകര്യങ്ങൾ, ഫർണിച്ചർ, കെട്ടിടം കാര്യങ്ങൾ ഞങ്ങൾ തന്നോളാം. സ്ഥലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, കെട്ടിടം നിങ്ങൾ പണിതു, അതിപ്പോൾ കാലഘട്ടം പോയി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കോമ്പൻസേറ്റ്. അന്നത്തെ കാലത്ത് സർക്കാരിന് പണം ഉണ്ടായിരുന്നില്ല, ഇന്ന് സർക്കാരിന് പണമുണ്ട്, ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അത് തീരാതെ മാനേജ്മെൻറ്റിനെ തന്നെ ഇട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് മാനേജ്മെൻറ്റെല്ലാം കുഴ വാങ്ങുന്നവരാണെന്ന് ആക്ഷേപം കൂടെ ഉന്നയിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അക്ഷന്തികമായ തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് എൻ്റെ അഭിപ്രായം. എന്നാൽ അലീനയുടെ മരണത്തിൽ കുറ്റകരമായ നിലപാടാണ് രൂപത നേതൃത്വം കൈക്കൊണ്ടതെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരൻ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഈ വിഷയത്തിൽ രൂപതയ്ക്കടക്കം പരാതി നൽകിയെങ്കിലും പരിഗണിച്ചില്ലെന്നും സെബാസ്റ്റ്യൻ. ടീച്ചർക്ക് മെമ്മോ എന്ന് പറഞ്ഞ് വളരെ ഫ്രോഡായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 6 കൊല്ലം മുമ്പ് തന്നെ ഇത് അവർക്ക് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു കേസായിട്ടാണ് മനസ്സിലാക്കുന്നത്. സഭയെ ഒന്നാമത് പേടിയാണ്. ഇപ്പോൾ ഒന്നാമത് എല്ലാവർക്കും ഈ ഒരു വലിയ ഒരു മല
എതിർക്കാൻ എല്ലാവർക്കും പേടിയാണ്. പിന്നെ പോപ്പിന് വരെ ഞാൻ ഇത് സംബന്ധിച്ച് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു അലീനയുടെ മാത്രം കേസല്ല. ഈ സംഭവം ആയതിനു ശേഷം തിരുവമ്പാടിയിൽ നിന്ന് ഒരു ടീച്ചർ ഒരു അധ്യാപകൻ വിളിച്ചു. അധ്യാപകനും അധ്യാപകൻ്റെ ഭാര്യയും ഏകദേശം 10 ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. മാനേജ്മെന്റ് സാങ്കേതിക കാരണങ്ങൾ നിരത്തുമ്പോൾ ഇനി മറ്റാർക്കും തന്റെ മകളുടെ ഗതി ഉണ്ടാകരുതെന്നാണ് ബെന്നിക്ക് പറയാനുള്ളത്. മാനേജ്മെന്റിനോട് ഇനിയെങ്കിലും അധ്യാപകരെ നിയമനം നടത്തുമ്പോൾ ശരിയായിട്ട് ഡെയിലി വേജ് ആണ് ഡെയിലി വേജ്, പെർമനന്റ് ആണ് പെർമനന്റ് കിട്ടുന്നത്, അതായത് ശരിക്കുള്ളത് മാത്രം കൊടുക്കുക. ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ ദയവ് ചെയ്തിട്ട് കബളിക്കപ്പെടരുത്. വലിയ നിയമയുദ്ധങ്ങൾക്കൊന്നും കർഷകനായ ബെന്നിച്ചേട്ടന് ആവതില്ല. അലീന ടീച്ചറുടെ 2 സഹോദരിമാരുണ്ട്. അവരെ പഠിപ്പിക്കണം, നല്ല നിലയിലാക്കണം. ആരോടും യുദ്ധം ചെയ്യാനില്ലെന്നും ബെന്നിച്ചേട്ടൻ പറയുന്നു. കോഴിക്കോട് കട്ടിപ്പാറയിൽ നിന്നും ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.